الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. صدق الله العظيم. العين تزني والنفس تتمنى والفرج يصدقه أو يكذبه. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പ്രഭാത പ്രകാശം എന്ന ഈ പരിപാടിയിലെ സതുപദേശങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിലെ ക്ലാസ്. അള്ളാഹു നമ്മുടെ എല്ലാ പഠനങ്ങളും ക്ലാസ്സുകളും ഫലപ്രദമാക്കി തരട്ടെ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ സഹോദരങ്ങൾക്കായി നടത്തിയ സതുപദേശങ്ങൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമ്മൾ ചർച്ചയിലിരിക്കുന്ന ഒരു വിഷയം, മനുഷ്യന്റെ ശരീരാവയവങ്ങളിൽ 7 അവയവങ്ങൾ സുപ്രധാനങ്ങളാണ്. അവയെ സംരക്ഷിക്കേണ്ട ശ്രദ്ധയും ബോധവും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്ന് മഹാനവറുകൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതിൽ നമ്മൾ എത്തി നിൽക്കുന്നത് 7 കണ്ണ്, കാത്, നാവ്, വയറ് എന്നീ 4 അവയവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 5ാമത് അവയവമായിട്ടുള്ളത് ഓരോ മനുഷ്യന്റെയും സ്വകാര്യ അവയവങ്ങളാണ്. സ്വകാര്യ അവയവങ്ങളുടെ സംരക്ഷണം അതിപ്രധാനമാണ്. ഗുഹ്യ സംരക്ഷണം വളരെ പ്രാധാന്യത്തോടുകൂടി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് സ്വർഗം നേടിക്കൊടുക്കുന്നതും സ്വർഗം നഷ്ടപ്പെടുത്തുന്നതും ഇത് രണ്ടിനും ഉതകുന്നതാണ് ഓരോ മനുഷ്യന്റെയും സ്വകാര്യ അവയവങ്ങൾ, ഗുഹ്യ അവയവങ്ങൾ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ദൂതർ പറയുന്നു, മൻ വഖാഹുല്ലാഹു ശർറ മാ ബൈന ലഹ്യൈഹി വരിജ്ലൈഹി ദഖലൽ ജന്ന. ആരുടെയെങ്കിലും 2 താടിയെല്ലുകൾക്കിടയിലുള്ള അവയവത്തിനും 2 കാലുകൾക്കിടയിലുള്ള അവയവത്തിനും അള്ളാഹു സംരക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ, അതിനൊരു കാവല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്നു. അതായത് 2 താടിയെല്ലുകൾക്കിടയിലുള്ള അവയവം നാവാണ്, 2 കാലുകൾക്കിടയിലുള്ള അവയവം അവന്റെ ഗുഹ്യാവയവമാണ്. ഇത് രണ്ടിനും സംരക്ഷണം ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാൽ ഉറപ്പിക്കാം, അയാൾ സ്വർഗത്തിലാണ്. അതേ സമയത്ത് മറ്റൊരിക്കൽ ഒരു ഹദീസിൽ കാണാം, വഖദ് സുഇല അൻ അക്സരി മാ യുദ്ഖിലു നാസൻ നാറ. ഒരു ദിവസം തിരുനബിയോട് ചോദ്യം വന്നു, നബിയെ, ജനങ്ങളെ കൂടുതൽ നരകത്തിലേക്ക് കടത്തുന്ന കാര്യം എന്താണ്? ഫഖാല, ആ സമയത്ത് തിരുദൂതരുടെ മറുപടി, അൽ അജ്വഫാൻ, 2 ആന്തരിക അവയവങ്ങളാണ്, 2 ഉള്ളവയവങ്ങളാണ്. അങ്ങനെ പുറത്തേക്ക് കാണിക്കാതെ ഒന്ന് അൽ ഫമു, ഒന്ന് വായയാണ്, വൽ ഫർജു, മറ്റൊന്ന് ഗുഹ്യാവയവമാണ്. അപ്പൊ നാവ് വായു കൊണ്ട് മൂടപ്പെട്ട നിലയ്ക്ക് കാണാതെ നിൽക്കുന്ന സാധനമാണ്. അതുപോലെ തുണിക്കടിയിലുള്ളതാണ് ലൈംഗികാവയവം. ഇത് രണ്ടുമാണ് ആ പറഞ്ഞത്. ഇത് രണ്ടുമാണ് മനുഷ്യനെ കൂടുതലായും നരകത്തിൽ കടത്തുന്ന കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മനുഷ്യന് സ്വർഗം നേടിക്കൊടുക്കുന്നതാരാ? അതും തന്നെ. നരകത്തിൽ കടത്തുന്നതാരാ? അതും തന്നെ. അപ്പൊ അത്രയും വലിയൊരു പ്രാധാന്യം മനുഷ്യന്റെ ശരീരത്തിലെ ഈ സ്വകാര്യ അവയവങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിയണം, പ്രത്യേകമായി ശ്രദ്ധിക്കണം.
ഗുഹ്യ അവയവങ്ങളുടെ സംരക്ഷണത്തിന് സഹായകമാകുന്ന കാര്യങ്ങൾ നമുക്കതാണല്ലോ വേണ്ടത്. സംരക്ഷിച്ച് കിട്ടാൻ എന്താ വഴി, അതിന് നമ്മളെ സഹായിക്കുന്ന കാര്യം എന്താണ്? അത് മഹാനവറുകൾ പറഞ്ഞു. ഒന്ന് ഹിഫ്ളുൽ ഖൽബി അനിൽ തഫക്കുരി ഫീമാ ലാ യഹില്ലു ലക. ഒന്ന് നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഗുഹ്യം സംരക്ഷിക്കുന്നതിന് ഏത് വേണം? ഹൃദയത്തെ സൂക്ഷിക്കണം. എന്തിൽ നിന്ന് ഹൃദയത്തെ സൂക്ഷിക്കണം? നിനക്ക് ഹലാലല്ലാത്ത കാര്യത്തിൽ ചിന്തിക്കുന്നതിൽ നിന്ന് സൂക്ഷിക്കണം. അപ്പൊ നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് ഹലാലല്ലാത്ത, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ കണ്ടാൽ നമ്മുടെ മനസ്സിങ്ങനെ ചിന്തിച്ച് പോകുമ്പോഴാണ് തകരാറ് വരുന്നത്. മനസ്സുകൊണ്ട് നമുക്ക് അനുവദിക്കപ്പെടാത്ത തെറ്റായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഒന്ന് നമ്മുടെ സഹായത്തിന് കിട്ടും. രണ്ട് വഹിഫുൽ ബസ്വരി അനിൻ നദരി ഇലാ മാ ലാ യജൂസു ലക നദറു ഇലൈഹി. രണ്ടാമത്തേത് നിന്റെ കണ്ണിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നിനക്ക് ജായിസ് അല്ലാത്ത, അനുവദനീയമല്ലാത്ത, ഹലാലല്ലാത്തതിലേക്ക് അങ്ങനത്തെ കാഴ്ചകൾ കാണുന്നതിൽ നിന്ന് നിന്റെ കണ്ണിനെ സംരക്ഷിക്കുക. നിനക്ക് ഹലാലല്ലാത്തത് കാണാൻ പോണ്ട. അപ്പൊ ഖൽബ് കൊണ്ട് ഹലാലല്ലാത്തത് ചിന്തിക്കാതിരിക്കുക, കണ്ണുകൊണ്ട് ഹലാലല്ലാത്തത് കാണാതിരിക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിന്റെ ഗുഹ്യത്തെ സംരക്ഷിക്കാൻ കഴിയും. അത് പരിശുദ്ധ ഖുർആനും പറഞ്ഞു. ഓ നബിയെ, മുഅ്മിനീങ്ങളോട് പറയണം, അവരുടെ കണ്ണ് ചിമ്മാൻ പറയണം, അവരുടെ ഗുഹ്യത്തെ സംരക്ഷിക്കാൻ പറയണം. ഈ കണ്ണ് ചിമ്പുന്നത് ഗുഹ്യം സംരക്ഷിക്കാനുള്ള മാർഗം. കണ്ണ് ചിമ്പാൻ പറയാ, അവരുടെ ഗുഹ്യത്തെ സംരക്ഷിക്കട്ടെ, അതാണ് അവർക്ക് ഏറ്റവും സംസ്കാര സമ്പന്നത എന്നും ഖുർആൻ പറഞ്ഞു. അതേപോലെ തിരുനബിയുടെ ഹദീസ് ഞാൻ ഓതിക്കേൾപ്പിച്ചു. അൽ-ഐനു തസ്നി വൻ-നഫ്സു തതമന്ന വൽ-ഫർജു യുസദ്ദിഖുഹു ഔ യുകദ്ദിബു. കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, മനസ്സിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കണ്ണിന്റെ നോട്ടവും മനസ്സിന്റെ കൊതിയും ഇത് രണ്ടും ഉണ്ടാകുമ്പോ വൽ-ഫർജു യുസദ്ദിഖുഹു, അവന്റെ ഗുഹ്യാവയവമാണ് അതിനെ സാക്ഷാത്കരിക്കുന്നത്. ഇവൻ ആഗ്രഹിച്ച കാര്യം, ഇവൻ നോക്കിയിട്ട് താല്പര്യപ്പെട്ട കാര്യം, അതിനെ സാക്ഷാത്കരിക്കുന്നത് അവന്റെ ഗുഹ്യാവയവമാണ്. ഔ യുകദ്ദിബുഹു, അല്ലെങ്കിൽ ഗുഹ്യാവയവം അതിനെ തള്ളിക്കളയും. ഇങ്ങനെ രണ്ടും ഉണ്ടാവാം. പക്ഷെ ഇതിലേക്ക് പ്രേരക എന്താണ്? അവന്റെ കണ്ണും അവന്റെ ഖൽബുമാണ്. ഇത് രണ്ടും നിയന്ത്രിക്കണമെന്നാണ് അള്ളാഹുവിന്റെ തിരുദൂതരും പറഞ്ഞത്. മഹ്ശറിൽ മനുഷ്യർ നിൽക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുന്നു. അതിങ്ങനെയാണ്: ഇന്നഹു യഅതി അലാ അഹ്ലിൽ മൗഖിഫ് റീഹുൻ മുൻതിനത്തുൻ തുഅദി കുല്ല ബർരിൻ വഫാജിരിൻ ഗായത്തൽ അദാ. മഹ്ശറിൽ ജനകോടികൾ നിൽക്കുന്ന സമയം അവിടെ ഒരു തരം ദുർഗന്ധ വാസന അടിച്ചു വീശും ഈ ജനങ്ങൾക്കെല്ലാം. അത് നല്ല മനുഷ്യന്മാരെയും ബടക്കായ മനുഷ്യന്മാരെയും എല്ലാ മനുഷ്യന്മാരെയും ഇത് ബാധിക്കും. ഒരു ദുർഗന്ധം. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, പഠിച്ചോനെ എവിടുന്നാണ് ഈ വാസന വരുന്നത്? നമ്മുടെ വീട്ടിലെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഒരു ദുർഗന്ധം വന്നാൽ നമ്മൾ നോക്കുമല്ലോ എവിടെയാണ് പ്രശ്നം ഉള്ളത്. നമ്മുടെ സെപ്റ്റിക് ടാങ്കിന് വല്ല തകരാറ് പറ്റിയോ, അല്ലെങ്കിൽ അയൽവക്കത്തുനിന്ന് വല്ലതും പൊട്ടി ഒലിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമല്ലോ. ഇതുപോലെ ജനകോടികൾ ഈ ദുർഗന്ധം ഏൽക്കുന്ന സമയത്ത് അവരിങ്ങനെ പരിഭ്രാന്തരാകുന്നു, എവിടുന്നാണ് ഈ വാസന വരുന്നത്? ആ സമയത്ത് അവർക്ക് മെസ്സേജ് കിട്ടും, ഇതെവിടുന്ന് വരുന്നതാണെന്നുള്ള വിവരം അവർക്ക് കിട്ടും. എന്താ പറയാ? ഇത് വേശ്യകളുടെ ഗുഹ്യാവയവത്തിൽ നിന്നും നിർഗളിക്കുന്ന, വമിക്കുന്ന ദുർഗന്ധമാണ്. വേശ്യകളുടെ ഗുഹ്യത്തിൽ നിന്നും പുറത്തേക്ക് നിർഗളിക്കുന്ന വാസനയാണിത്, ദുർഗന്ധാണിത്. മഹ്ശറിലെ എല്ലാവരെയും വളരെ കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒന്നാണത് എന്ന് തിരുദൂതർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം റജബായിരുന്നു. റജബിലെ മുഹൂർത്തം മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് ആയിരുന്നു. ആ മിഅ്റാജ് തിരുദൂതർക്ക് പലവട്ടം മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു മിഅ്റാജിൽ അള്ളാഹുവിന്റെ തിരുദൂതർ കണ്ടിട്ടുണ്ട് പലതരത്തിൽ ശിക്ഷ നൽകപ്പെടുന്ന ആളുകളെ കുറിച്ചിട്ട്, അവരെ ആ രംഗത്തെ കുറിച്ച് ആ രൂപം, ആ അവസ്ഥ നബിതങ്ങൾക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ പറയപ്പെട്ട ഗുഹ്യാവയവങ്ങൾക്ക് സംരക്ഷണം നൽകാതെ
അനാവശ്യങ്ങൾ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾക്ക് ആഖിറത്തിൽ കിട്ടാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് അല്ലാഹുവിന്റെ തിരുദൂതർക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ചെമ്പ് പോലത്തെയുള്ള ഒരു ഗർത്തം, ഒരു കുഴി, അതിൽ നിന്ന് തീ ആളിക്കത്തുന്നു. അതിൽ കുറെ ആളുകൾ തീ പൊങ്ങുന്നതിനനുസരിച്ച് ഇവരും പൊങ്ങുന്നു, തീ താഴോട്ടേക്ക് പതിക്കുന്നതിനനുസരിച്ച് ഇവരും പതിക്കുന്നു. അങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നു, ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു രംഗം മിഅ്റാജ് രാത്രിയിൽ അല്ലാഹുവിന്റെ ദൂതർക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്നത് ഇത് വേശ്യാവൃത്തി ചെയ്ത ആണ് പെണ്ണുങ്ങൾക്ക് വരാനിരിക്കുന്ന ശിക്ഷയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം, നമുക്ക് മറക്കാതിരിക്കാം. അത് നമ്മുടെ ഗുഹ്യ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണ്. അത് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ആ ഒരു അവസ്ഥ, ആ ഒരു സമയം നമുക്ക് നഷ്ടപ്പെടില്ല. ഒരു ദിവസം ചുരുങ്ങിയത് 2 ഇനിയിപ്പോ ഒന്നെങ്കിലും ഇല്ലാത്തവരുണ്ടാവില്ല. ഇനി മാത്രമല്ല ചില ആളുകൾക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാവാം. ആകട്ടെ നമ്മൾ പറയാം, ഇപ്പൊ മലവിസർജനം അതൊരു ദിവസം 1-2 വട്ടം ഉണ്ടാവും. ചിലപ്പോൾ ആളുകൾക്ക് കൂടുതലുണ്ടാവും, ചിലപ്പോൾ ഒരു വട്ടം മാത്രം ഉണ്ടാവും. ആ സമയത്ത് മൂത്രവിസർജനം പലതവണ ഉണ്ടാവുകയും നന്നായിട്ട് വെള്ളം കുടിക്കണം, മൂത്രമൊഴിച്ചിട്ട് പോകണം. പക്ഷെ ഇസ്ലാമിൽ ഒരു മര്യാദ പഠിപ്പിച്ചു. മലമൂത്ര വിസർജനം കഴിഞ്ഞ് നമ്മൾ ശുദ്ധി വരുത്തണം, വെള്ളം ഒഴിച്ചിട്ട് കഴുകണം. വെള്ളം ഇല്ലെങ്കിലാണ് കല്ലുപയോഗിക്കുക. ഈ കഴുകി ശുദ്ധിയാക്കി കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് പോരും. ഈ സമയത്ത് നമുക്കൊരു പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താ? മലമൂത്ര വിസർജനം ചെയ്ത് ശുദ്ധി വരുത്തിയ ശേഷം അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൽ നിഫാഖി വഹസ്ൻ ഫർജി മിനൽ ഫവാഹിഷ്. ഈ പ്രാർത്ഥന സുന്നത്താണ്. എത്ര ആളത് ചൊല്ലാറുണ്ട്? എഴുന്നേറ്റ് പോരുക എന്നല്ലാതെ തിരുനബി പഠിപ്പിച്ച സുന്നത്താണ്, നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോ ദൈനംദിനം പലവട്ടം ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇതിന് അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൽ നിഫാഖ് വഹസ്ൻ ഫർജി മിനൽ ഫവാഹിഷ്. പടച്ചോനെ, എന്റെ ഹൃദയത്തെ നീ കാപ്പട്യത്തിൽ നിന്ന് കാത്തുകൊള്ളണേ. വഹസ്ൻ ഫർജി മിനൽ ഫവാഹിഷ്, എന്റെ ഈ ഗുഹ്യാവയവത്തെ തോന്നിവാസം ചെയ്യുന്നതിൽ നിന്ന് നീ സംരക്ഷിച്ചു കൊള്ളണേ പടച്ചോനെ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന ഇത് സുന്നത്താണ്. നമ്മൾ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് കടക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അതേ സമയത്ത് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഗുഫ്റാനക്കൽ ഹംദു ലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഅഫനി. ആ പ്രാർത്ഥനയ്ക്ക് കൂടെ ഏതുണ്ട്? ഈ മലമൂത്ര വിസർജനം ചെയ്ത് ശുദ്ധി വരുത്തിയാലുള്ള പ്രാർത്ഥന കൂടിയാണ്. അപ്പൊ നമ്മളിപ്പോ മലമൂത്ര വിസർജനം നടത്തുന്നതും കഴുകി ശുദ്ധിയാക്കുന്നതും ഒരേ സ്ഥലത്താണ്. നമ്മൾ അവിടുന്ന് കൊണ്ട് കാലെടുത്ത് വെക്കുമ്പോ മലമൂത്ര വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലത്തിൽ നിന്ന് താഴോട്ടേക്കോ അവിടുന്ന് മേലോട്ടേക്കോ അല്ലെങ്കിൽ ഡോറ് കടന്നിട്ട് പുറത്തേക്കോ ഒക്കെ വരുമ്പോഴൊക്കെ അപ്പോഴാണ് നമ്മൾ ഈ ദിക്ർ ചൊല്ലേണ്ടത്. അപ്പൊ നമുക്ക് 2 ദിക്ർ ചൊല്ലൽ ബാധ്യതയാണ്. ഒന്ന് ശുദ്ധീകരിച്ചതിന്റെ ശേഷം ചെല്ലുന്ന ദിക്ർ, 2 തണ്ടാസിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതിന്റെ ദിക്ർ. ഇതിൽ ആദ്യം ഏതാ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൽ നിഫാഖ് വഹസ്ൻ ഫർജി മിനൽ ഫവാഹിഷ്. അത് കഴിഞ്ഞിട്ട് ഗുഫ്റാനക്കൽ ഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഅഫനി എന്ന് ചൊല്ലണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഗുഹ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന തിരുനബി മുടങ്ങാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതാണ്. നമ്മളും ആ സുന്നത്ത് മുറുകെ പിടിക്കണം, മറന്നു പോകരുത്. ഗുഹ്യാവയവത്തെ നന്നായി പരിരക്ഷിക്കാനും സംരക്ഷിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കടത്തുന്നത്. ഈ സംരക്ഷണമാണ് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം. നമുക്കെല്ലാവർക്കും പരിപൂർണമായ സംരക്ഷണം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തുകൊള്ളണേ. അല്ലാഹ്, ഞങ്ങളുടെ ശരീരാവയവങ്ങളെ മൊത്തത്തിൽ നീ എപ്പോഴും സംരക്ഷണം തന്ന് നിലനിർത്തണേ. അല്ലാഹ്, നിന്റെ സ്വർഗം നഷ്ടമാകുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങളിൽ നിന്നും ഉണ്ടാകാതെ നീ ഞങ്ങളെ കാത്തുകൊള്ളണേ. അല്ലാഹ്, ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് വിജയിപ്പിച്ചു തരണേ. അല്ലാഹ്, വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.